നമസ്കാരം, ലാൽ സലാം ജയ് ഭീം. ആദ്യമായിട്ട് ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സോ കോൾഡ് ലോവർ കാസ്റ്റ് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ്. ആദ്യം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിലെ ഒരു ഗവേഷകയാണ്. നിലവിൽ ഞാനും എൻ്റെ കോമ്രേഡ്സും 8 ദിവസമായി സമരത്തിലാണ്. ജാതീയതയ്ക്കെതിരെ, മിസോഗൈനിക്കെതിരെ ഞങ്ങൾ ഒന്നിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇങ്ങനൊരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്ഥാപനങ്ങളിൽ പിന്തുടർന്നു വരുന്ന ഒരു വിധേയത്വ രീതിയുണ്ട്. ആ രീതി പലതരത്തിലായിട്ട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ പല കുട്ടികളും കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഈ സോ കോൾഡ് ലോവർ കാസ്റ്റിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇവർക്ക് മെറിറ്റ് ഇല്ല, അതുകൊണ്ടാണ് മുന്നോട്ട് വരാത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മെറിറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പല കാര്യങ്ങളും വ്യക്തമാവും. അപ്പോൾ ഇപ്പോൾ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ചെറിയ കഥ പറയാം. അതായത് എൻ്റെ സ്വന്തം കഥയാണ്. ഞാൻ വരുന്നത് ഒരു വില്ലേജ് ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അവിടെ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മകളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ ലേണറാണ്. എൻ്റെ അച്ഛനമ്മമാർക്ക് അധികം വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് പഠിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, ജാതീയതയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും മനസ്സിലാവാത്ത ഒരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ ഏറ്റവും പാവപ്പെട്ടവരും ദരിദ്രരുമായ ജനങ്ങളുടെ മക്കളാണ് കൂടുതലും വന്നത്. ഒരു 10ാം ക്ലാസ് സമയം എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ പഠിച്ച പല കുട്ടികളും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പല കുട്ടികളും ഡ്രോപ്പ് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബസ്സിലെ കിളികളായിട്ടും അങ്ങനെയൊക്കെ ഇവർ ഓരോ ജോലിക്ക് പോകുന്നത് കാണാം. അങ്ങനെ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാനായിരുന്നു ഹിസ്റ്ററിയിലെ ക്ലാസ് ടോപ്പർ. അത് 40-ൽ 8 മാർക്ക് വാങ്ങിക്കൊണ്ടാണ് ടോപ്പറായത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ. പല വിഷയങ്ങളും പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഹിസ്റ്ററിക്ക് ഒരു അധ്യാപകനുണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ കയറില്ലായിരുന്നു. ആ സ്കൂളിൽ മലയാളം മീഡിയം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിന് കൊടുക്കുന്ന ഒരു പരിഗണന ഞങ്ങളുടെ മലയാളം മീഡിയത്തിന് തരില്ല. അവിടെ ദളിതരായ കുട്ടികളും ആദിവാസികളും അടങ്ങുന്ന കുട്ടികളാണ് അവിടെ കൂടുതൽ. ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്. അങ്ങനെ 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് നമ്മൾ 10ൽ തോറ്റിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നവും നമുക്ക് പഠിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ബോധ്യം ഉണ്ടായത്. അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയതും. എനിക്ക് ഒരു 92% മാർക്ക് ആ പ്രാവശ്യം കിട്ടി. അങ്ങനെ ഞാൻ +2ലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതിനൊരു പ്രശ്നം മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. +2ന് ചെന്നപ്പോൾ എല്ലാവരും, ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലേക്കാണ് +2ന് പോയത്. അവിടെയാണെങ്കിൽ എല്ലാവരും ICSE CBSE സ്കൂളുകളിൽ നിന്ന് വന്ന് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ ആക്സിലറേഷൻ വെലോസിറ്റി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ച പ്രവേഗവും ത്വരണവുമാണ് ഇവർ പറയുന്നത്, പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരെന്നെ വളരെ പുച്ഛത്തോടെ കാണുകയും, എനിക്ക് ശരിക്കും ഫിസിക്സിന് A+ ഉണ്ട്, പക്ഷെ ഇതാരും പറഞ്ഞ് വിശ്വസിക്കില്ല. എന്നെക്കാളും ഈ വിഷയത്തിനോട് താല്പര്യം കുറഞ്ഞ കുട്ടികൾക്ക് കൂടി പെർഫോം ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ പിന്നോട്ട് നിൽക്കുകയാണ്. ഇതുപോലെ ഇപ്പം ഞാൻ നോക്കി, എന്നെപ്പോലുള്ള കുട്ടികൾ വേറെ എത്ര പേരുണ്ട്, ഞാൻ മാത്രമേ അവിടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഡിഗ്രിയിലേക്ക് പോവാണ്. അപ്പോൾ വീണ്ടും നമ്മളെപ്പോലെ തന്നെയുള്ള കുട്ടികളുടെ എണ്ണം അവിടെ വീണ്ടും കുറയുന്നു. PGക്ക് പോകുന്നു, അവിടെ ചെല്ലുമ്പോഴും കുറയുന്നു. PhDക്ക് പോകുന്നു. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ചുറ്റും വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ PhD പോലെയുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സിലേക്ക് വരുമ്പോഴും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ആ ആളുകളെ തന്നെ ഈ സിസ്റ്റത്തിനകത്തുനിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ചില മനുഷ്യർ ശ്രമിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് പോലെ എന്തൊക്കെയോ ഇൻവിസിബിൾ ആയ ചില കരങ്ങൾ വന്ന് നമ്മൾ മുന്നോട്ട് പോക്കിനെ തടഞ്ഞു നിർത്തുന്ന പോലെ. അപ്പോൾ ഈ സെയിം കാര്യമാണ് ഞാൻ അനുഭവിച്ചത്. കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും പല വ്യക്തികൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്. പേടി കൊണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടും ഒറ്റപ്പെടുത്തുമെന്നും ഒരു തരത്തിലുള്ള സപ്പോർട്ട് കിട്ടില്ലെന്നുള്ളതുകൊണ്ട് മാത്രം പല ആളുകളും പുറത്തു പറയാത്തതാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ
ഞാൻ 2024 മാർച്ച് 27-നാണ് ഗവേഷകയായിട്ട് പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ അനുഭവിച്ച പ്രശ്നങ്ങൾ പറഞ്ഞാണ് നിലവിൽ ഞാനും എൻ്റെ സഖാക്കളും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തിൽ നടത്തേണ്ട ഡോക്ടർ കമ്മിറ്റി എനിക്ക് മാത്രം ഇതുവരെയായിട്ടും നടത്തി തന്നിട്ടില്ല. എനിക്കൊരിക്കലും ലാബിൽ കയറാൻ പറ്റിയിട്ടില്ല. ആകെ ഞാൻ ലാബ് കയറിയിരിക്കുന്നത് ലാബ് ക്ലീൻ ചെയ്യാനും വാഷ് ബേസിൻ കഴുകാനും 2015 മുതൽ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഡെസർട്ടേഷൻ മുതലായ സംഭവങ്ങളുടെ പൊടി തുടയ്ക്കാനുമാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഞാനതിന് വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് തെളിവുള്ളത് കൊണ്ട് മാത്രം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും അത് ചോദ്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാബിനിൽ ഇരിക്കാൻ വരുമ്പോൾ ക്യാബിനകത്ത് ഇരുത്തില്ല, ഇവർ വരാന്തയിൽ ഇരുന്നോളാൻ പറയും. അങ്ങനെ ഇരുന്നിട്ടുണ്ട്. മഴയത്ത് വരാന്തയിൽ ഒരു ഒഴിഞ്ഞ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നീട് ആ ഒഴിഞ്ഞ കസേര ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് വിചാരിക്കും. കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പുറമേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വിസിബിൾ ആയിട്ട് കാണിക്കുമ്പോൾ ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ വേണ്ടാത്തവരാണെന്നൊരു ബോധ്യം ഉണ്ടാക്കി തന്ന് പതുക്കെ ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പുറത്തെറിയുന്ന ഒരു രീതിയാണുള്ളത്. അതുപോലെ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ അരുൺ ബാബു, ഇദ്ദേഹത്തിന് സ്ത്രീകളെയും ദളിതരെയും ഒന്നും ഇഷ്ടമല്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കറുത്ത സ്ത്രീകളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നും സ്ത്രീകൾ കണ്ണാടിയുടെ മുമ്പിൽ മാത്രം കാണപ്പെടുന്ന സ്വർണത്തോടും പണത്തോടും വസ്ത്രത്തോടും ആർത്തിയുള്ള ഒരു തരം പ്രത്യേക തരം മൂലകത്തോട് ഉപമിച്ച് അങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടു. പിന്നീട് ഞങ്ങളുടെ MLA അത് ചോദ്യം ചെയ്ത ശേഷം ഇദ്ദേഹം ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആക്കി. പക്ഷെ ഫോട്ടോസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിലവിൽ തെളിവായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഒരു വർഷം മുമ്പ് തൊട്ട് പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. VC, രജിസ്ട്രാർ, റിസർച്ച് ഡയറക്ടർ, പഴയ മന്ത്രിസഭയിലെ മന്ത്രിമാർ. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു പെൺകുട്ടിയല്ലേ, പെൺകുട്ടികൾ സഹിക്കണ്ടേ, ക്ഷമിക്കണ്ടേ, ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ നീതി കിട്ടില്ലെന്നായപ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതും അങ്ങനെ കുറേ ആളുകൾ സപ്പോർട്ടായിട്ട് വന്നത് നമ്മൾ സമരം പ്രഖ്യാപിച്ചതും. സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡെലിഗേറ്റ്സ് ഡോക്ടർ ഭാരത ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോട് സംസാരിക്കാൻ പോയി. അദ്ദേഹം ഡെലിഗേറ്റ്സിനെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ സമരത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അധികാരത്തിലിരിക്കുന്ന പലരും നുണയാണ് വിളിച്ചു പറഞ്ഞത്. അവർ പറഞ്ഞു ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടില്ലെന്ന്. പക്ഷെ സിനോപ്സിസ് കൊടുത്തതിനുള്ള സ്ക്രീൻഷോട്ട്സ് എനിക്ക് കാണിക്കാൻ പറ്റും. മാത്രമല്ല CMന് ഇവർ കൊടുത്ത മറുപടിയിൽ ഇവർ തന്നെ പറയുന്നുണ്ട് സിനോപ്സിസ് കൊടുത്തെന്ന്. പിന്നെ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബു എൻ്റെ ഗൈഡല്ലെന്ന്. അപ്പം ഞാൻ ജോയിൻ റിപ്പോർട്ടും രജിസ്ട്രേഷൻ ഓർഡറും കാണിച്ചു. പിന്നെ അവർ പറഞ്ഞു മൈക്രോ പ്ലാസ്റ്റിക് എന്ന എൻ്റെ ഗവേഷണ വിഷയത്തിൽ ഡോക്ടർ അരുൺ ബാബുവിന് വൈദഗ്ധ്യമില്ലെന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ ബാബുവിൻ്റെ CV നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന മൈക്രോ പ്ലാസ്റ്റിക് ആണ്. ഈ രീതിയിലാണ് ഇവിടെയുള്ള ദളിതരെയും ആദിവാസികളെയും അടക്കെ അണ്ടർ പ്രിവിലേജ്ഡ് ആയ ആളുകളെ ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പുറന്തള്ളാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം അല്ലെങ്കിൽ ഐറണി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഭരതൻ അതുപോലെ ചില ആളുകൾ അവരൊക്കെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും സവർണരായ ആളുകൾ മാത്രമേ ഈ ജാതീയത കാണിക്കൂ എന്ന്. അങ്ങനെയല്ല, ഇന്റേണലൈസ്ഡ് കാസ്റ്റിസം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചില ആളുകൾ അധികാരത്തിലിരിക്കുന്നവർ വീണ്ടും പതുക്കെ അവർ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ പതുക്കെ സവർണരെ അനുകരിക്കാൻ തുടങ്ങും. അതായത് സാൻസ്ക്രിതൈസേഷൻ എന്നൊരു വാക്കുകൊണ്ട് നമുക്കത് എന്താണെന്ന് പറയാം. പതുക്കെ ഇവർ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന സോക്കോൾഡ് അപ്പർ കാസ്റ്റിൻ്റെ രീതികളിലേക്ക് മാറുകയും തങ്ങളിൽ താണവരെന്ന് തോന്നുന്നവരെ ഒറ്റപ്പെടുത്താനും അവഗണിക്കാനും സിസ്റ്റത്തിൽ നിന്ന് പുറത്തെറിയാൻ ശ്രമിക്കും. ആ രീതിയിൽ കാണിച്ചാൽ ഇവർക്ക് പുറമേക്കുള്ള ഒരു ഇമേജ് അപ്പർ കാസ്റ്റിന് കൊടുക്കാനും ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു പ്രിവിലേജ് നേടാനും ശ്രമിക്കുന്ന രീതിയുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതിനകത്ത്. അതിനെതിരാണ് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായി വന്നിരുന്ന ഈ വിധേയത്വത്തിൻ്റെ ഒരു സംസ്കാരം പൊളിച്ചെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു.